ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ മണാലിയിൽ സീസൺ ആണോ? ആളുകൾ ഉദ്ദേശിക്കുന്നത് ഈ സമയത്ത് പോയ സ്നോ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിനുള്ളൊരു ആൻസർ ഞാനിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ നവംബർ മുതൽ ഒരു മെയ് മാസം വരെയൊക്കെ മണാലിയിൽ നല്ല രീതിയിൽ സ്നോ ഒക്കെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷെ മണാലിയുടെ കോൺസെപ്റ്റിൽ സീസൺ എന്ന് പറയുന്നത് വർഷത്തിൽ 2 തവണയാണ് കേട്ടോ. ഒന്ന് ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെയുള്ള ഒരു 15 ദിവസവും, അതുപോലെ തന്നെ ഏപ്രിൽ 10 മുതൽ മെയ് 30-31 വരെയുള്ള ഒരു 19 ദിവസവും. ആക്ച്വലി എന്തുകൊണ്ടാണ് അത് സീസൺ എന്ന് പറയുന്നത് വെച്ചാൽ ആ സമയത്ത് അവിടെ പ്രത്യേകിച്ച് സ്നോഫോൾ കൂടുതലുണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടോ ഒന്നുമല്ല. നമ്മളെ നാട്ടിൽ ക്രിസ്മസ് വെക്കേഷൻ ആവുന്ന സമയത്ത് കുട്ടികൾക്ക് വെക്കേഷൻ ആകുമ്പോൾ ഒരുപാട് പേര് മണാലിയിലേക്ക് ഈ സമയത്ത് പോകും. നോർത്ത് ഇന്ത്യയിൽ നിന്നും അതുപോലെ സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് പേര് പോകും. അപ്പോൾ സാധാരണ 1 ലക്ഷം ആൾക്കാർ പോകുന്ന മണാലിയിൽ ആ സമയത്ത് 3-4 ലക്ഷം പേരൊക്കെ ആ സമയത്ത് ഉണ്ടാവുക. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ കനത്ത ചൂടായതുകൊണ്ടും അവിടുത്തെ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ടും ഒരുപാട് പേരും അവിടെ പോകുന്നൊരു സമയമാണ്. സാധാരണ 1 ലക്ഷം പേരൊക്കെ മണാലി പോവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് 4-5 ലക്ഷം പേരൊക്കെ ആയിരിക്കും മണാലിക്ക് പോകുന്നുണ്ടാവുക. പണ്ട് നമ്മൾ സ്കൂൾ പഠിച്ചതുപോലെ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടുന്നുള്ള സെയിം തത്വം തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ സാധാരണ കൊടുക്കുന്ന പാക്കേജിൻ്റെ ഡബിൾ കൊടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾ മണാലി പാക്കേജ് കിട്ടുക. അതിന് ഈ പാക്കേജ് കൊടുക്കുന്ന ആൾക്കാരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഡൽഹിയിൽ നിന്ന് മണാലിക്ക് പോകുന്ന ബസ്സിൻ്റെ ഫെയർ സാധാരണ ഒരു 1000-1500 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സീസൺ സമയത്ത് പോകുകയാണെങ്കിൽ അത് 2500 വരെ ആ റേഞ്ച് വരെയൊക്കെ നമുക്ക് വരും. അതേപോലെ റൂമിനായാൽ പോലും നമ്മൾ സാധാരണ കൊടുക്കുന്നതിൻ്റെ ഡബിൾ ആയിരിക്കും ആ ഒരു സമയത്ത് റൂം വരുന്നത്. അതുമാത്രമല്ല ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് ആയാലും ഇനി സൈറ്റ് സീന് പോയി കഴിഞ്ഞാൽ ഒടുക്കത്തെ തിരക്കും ഒടുക്കത്തെ റഷും ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് പാക്കേജിൽ പ്രൈസ് കൂട്ടിയിട്ട് തന്നെ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മണാലിയിൽ ഇപ്രാവശ്യത്തെ സ്നോ സീസൺ കാണണമെന്ന പ്ലാനായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു ടൈം ഓൾറെഡി ഡിസംബർ 20 ജനുവരി 5 വരെയുള്ള ടൈം ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ജനുവരി 1 തീയതി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 4 ദിവസം കഴിഞ്ഞാൽ ആ സീസൺ കഴിഞ്ഞു. പക്ഷേ ഇപ്രാവശ്യത്തെ സ്നോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ മണാലിക്ക് പോകണമെന്ന് പ്ലാനായിട്ട് നടക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഈ വരുന്ന ജനുവരി 5 മുതൽ ഒരു മാർച്ച് എൻഡ് അല്ലെങ്കിൽ ഒരു ഏപ്രിൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് കേട്ടോ. ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് മണാലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ 3 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 4400 രൂപ മുതലൊക്കെ ഡൽഹിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് തിരിച്ച് നിങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടാകുന്ന 3 ഡേയ്സ് പാക്കേജ് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് 3 ദിവസം സൈറ്റ് സീൻ ഉണ്ടായിരിക്കും, 2 ദിവസം സ്റ്റേ ഉണ്ടായിരിക്കും, 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റും, 2 ദിവസത്തെ ഡിന്നറും, പിന്നെ അതുകൂടാണ്ട് ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്കും മണാലിയിൽ തിരിച്ച് ഡൽഹിയിലേക്ക് വരെയുള്ള വോളോ ബസ് ടിക്കറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8891-975-576 എന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം കേട്ടോ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജ് ആയതുകൊണ്ടും നിങ്ങൾക്ക് പ്രോപ്പറായി റിപ്ലൈ വേണ്ടിയിട്ട് വാട്സപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യാം. കുട്ടികൾക്ക് വെക്കേഷനുള്ള സമയത്ത് മാത്രമല്ല ഞങ്ങൾക്ക് മണാലി പോകാൻ പറ്റുള്ളൂ, അല്ലാത്ത സമയത്ത് പോകാൻ പറ്റില്ലല്ലോ. അവർക്ക് കോൺസെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് വെക്കേഷൻ ടൈമിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് പോകുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന കോസ്റ്റ് നിങ്ങൾ ഡബിൾ കൊടുക്കേണ്ടി വരും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് മണാലി പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഈ രീതിയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇപ്രാവശ്യം സ്നോ സീസൺ കാണുന്നുണ്ടെങ്കിൽ ഒരു ജനുവരി 5 ഒരു ഏപ്രിൽ 10 ഇടയിലുള്ള ദിവസങ്ങളൊന്നും പോകുന്നതായിരിക്കും. സ്നോ കാണാൻ വേണ്ടി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ട്രാവൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ ട്രാവലുമായിട്ടുള്ള ടിപ്സുകൾക്കും ഹാക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് FJ Vlogs എന്ന അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഇപ്രാവശ്യത്തെ ട്രിപ്പ് മണാലിയിലേക്ക് പ്ലാൻ ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തെടുക്കുക.